മരിച്ചാൽ ഒരാൾ പഠിക്കുന്ന സമയം ഇൽമുകൾ ലഭിക്കുന്നതാണ് ഷഹീദിനുള്ള സവാബുകൾ. അവനുള്ള ഖബറും എത്ര വിശാലമാ, കൂടാതെ സ്വർഗത്തോപ്പതിൽ ഒരു തോപ്പുമാ. അവനുള്ള ഖബറിന് 4 ചുറ്റും 40 ഖുബൂറുകൾ കാണാം പ്രകാശിക്കുന്നത് എന്നുള്ളതും നബി മുസ്തഫ പറയുന്നതാ. ഇദ്റാസ് 2 നോക്കിയാൽ കാണുന്നതാ. അറിവുള്ളവൻ ഉറങ്ങുന്നു എന്നാൽ തന്നെ ഇബാദത്താണെന്ന ഹദീസിൽ പൊന്നെ പറയുന്നു തിരുനബി. ഏതൊരുത്തൻ ഹീനമായി പെരുമാറിയാൽ ഒരു ആലിമോട് നിസ്സാരമായി, എന്നാൽ അവൻ ഇൽമിനെ നിസ്സാരവുമാക്കി, അപ്പോൾ അവൻ അതുപോലെ നബിയെയുമാക്കി. നബിയെ നിസ്സാരമാക്കി എന്നാൽ പിന്നവൻ ജിബ്രീലിനെയും ഹാസ്യമാക്കിയതു തന്നവൻ. ജിബ്രീലിനെ അവൻ ഹാസ്യമാക്കൽ കൊണ്ട് റബ്ബിനെ നിസ്സാരം ആക്കലും അതിലുണ്ട്. റബ്ബിനെ നിസ്സാരം ആക്കി എന്നാൽ പിന്നെ അവനവനെയും വെറും ഹീനനാക്കുക തന്നെ. ഇതുപോലെ റാസിയിൽ നോക്ക് 2 വന്നതാ. 189 വിവരിച്ചതാ. നബിയും ഒരാളോടൊരു ദിനം സംസാരമാ. അസ്റാണ് സമയം വന്ന് വഹയും മിൻസമാ. നബിയെ, ഇയാൾക്കിനി സമയം 1 മണിക്കൂറാ. ആ മണിക്കൂറും കഴിഞ്ഞാൽ അയാളുടൻ മയ്യിത്താ. വിവരം ക്ഷണം നബിയും അയാളോടോതലായി. സുബ്ഹാന റബ്ബി കേട്ടയാൾ വിറക്കുന്നതായി. എനിക്കേറ്റവും യോജിച്ചതെന്താണോ അത് ഉണർത്തേണമേ എന്നോട് നബിയെ വേഗമിൽ. തിരുമുസ്തഫ പറയുന്നത് അയാളോടന്ന് ഇൽമാണ് വേണ്ടത്, അത് പഠിക്കുകയെന്ന്. ഉടൻ തന്നെ അയാൾ മുതഅല്ലിമായി തീരുന്നതായി. സംസസ്തമിക്കും മുമ്പ് മരണം വന്നു പോയി. തത്സമയം ഇൽമേക്കാൾ ഫളീലത്തുള്ളത് ഉണ്ടെങ്കിൽ അത് തന്നാണ് നബി പറയേണ്ടത്. സുഹൃത്തുക്കളെ, ചിന്തിക്കൊരൽപ്പം തന്നിത്. ഇൽമിൻ്റെ ശ്രേഷ്ഠത എന്തിനധികം മതിയത്.